എല്ലാവർക്കും കാർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഹനത്തിലെ ഫിറ്റ് ചെയ്യുന്ന ഒരു ഡാഷ് ക്യാമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവശവും ബാക്ക് വശവും ഒരേപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാമാണിത്. ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ആക്സസറീസ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു യൂസർ മാനുവൽ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇംഗ്ലീഷിലുള്ള യൂസർ മാനുവലാണ്. പിന്നെ ചൈനീസ് ഭാഷയുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഡാഷ് ക്യാം. ഓക്കെ, LED ലൈറ്റൊക്കെ ഉള്ള ഒരു ഡാഷ് ക്യാമാണ്. അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് 1 by 1 ആയിട്ട് നോക്കേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ആക്സസറീസ് എന്തൊക്കെയുണ്ടെന്ന് കൂടെ നോക്കാം. ഫസ്റ്റിലായിട്ട് കാണുന്നത് ഇതിൻ്റെ നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണ്. നമ്മുടെ ഡാഷ് ക്യാം ഈ മാതിരിയായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വണ്ടിയിലോട്ട്. നമ്മുടെ മൊബൈൽ ഹോൾഡർ പോലെ തന്നെയുള്ള ഒരു സംവിധാനമാണിത്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൻ്റെ അഡാപ്റ്ററാണ്. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സോക്കറ്റിൽ തന്നെ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ USB കണക്ടർ. ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേമാതിരി നമുക്ക് കണക്ട് ചെയ്യാൻ ചെയ്യും. പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഇതിൻ്റെ റിയർ വ്യൂ ക്യാമറയാണ്. ഇത് നല്ല ലെങ്ത് ഉള്ള ഒരു കേബിളാണ്. നമുക്ക് കാണാൻ സാധിക്കും. നല്ല ലെങ്ത് ഉണ്ട്. നമ്മൾ വലിയ വാഹനത്തിലാണെങ്കിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ക്യാമറ, റിയർ വ്യൂ ക്യാമറ. അവത്തേലും 4 LED ലൈറ്റുകളോട് കൂടിയാണ് വരുന്നത്. പിന്നെ അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും പിന്നെ ഡബിൾ സൈഡ് ടേപ്പും ഉണ്ട്. അതിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അതിൻ്റെ ഓരോ മോഡുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണെങ്കിൽ മോഡ് അപ്പ് ബട്ടണ്, ഡൗണ്, പിന്നെ പവർ ഓൺ ഓഫിൻ്റെ ബട്ടണുണ്ട്, മെനു ബട്ടണുണ്ട്. പിന്നെ USB ചാർജ്, നമ്മൾ USB കണക്ട് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള പോയിന്റാണിത്. അതുപോലെ റിയർ വ്യൂ ക്യാമറയുടെ കണക്ട് ചെയ്യാനുള്ള പോയിന്റാണിത്. പിന്നെ താഴെ സൈഡിലായിട്ട് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇത് വാഹനത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡാഷ് ക്യാം ആണിത്. ഇതിൽ G സെൻസർ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് വീഡിയോ ഡിലീറ്റ് ആകാതെ സേവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ LCD ഡിസ്പ്ലേ വരുന്നത് 4 ഇഞ്ച് സൈസാണ്. ലെൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ 170° A+ ഗ്രേഡ് ഹൈ റെസൊല്യൂഷൻ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ്. ലാംഗ്വേജ് ആണെങ്കിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ ഇംഗ്ലീഷ് ലാംഗ്വേജും അതിലുണ്ട്. ക്യാമറ 5 മെഗാ പിക്സൽ ആണ്. ഓട്ടോമാറ്റിക്കലി പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള സംവിധാനം ഈ ഡാഷ് ക്യാമിലുണ്ട്. ഇൻബിൽട്ട് മെമ്മറി 64 MB ആണ്. എന്നാൽ വീഡിയോ കണ്ടിന്യൂസ്ലി റെക്കോർഡ് ചെയ്യണമെങ്കിൽ 32 GB മെമ്മറി വരെ സപ്പോർട്ട് ചെയ്യും. മൈക്രോ SD കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പവർ സപ്ലൈ 5 വോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഡാഷ് ക്യാമിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി 300 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡാഷ് ക്യാമിന്റെ അഡാപ്റ്ററിൽ നിന്നായിരിക്കും പവർ എടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഡ്യുവലേഴ്സ് വെഹിക്കിൾ ബ്ലാക്ക് ബോക്സ് DVR നിങ്ങൾക്ക് ബാങ്കുഡിൽ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും.